ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പിന്നിലുള്ള സത്യകഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ലോസ് ഏഞ്ചൽസിലെ സ്കിഡ് റോ എന്ന അപകടകരമായ പ്രദേശത്തിന് തൊട്ടടുത്തായിരുന്നു സിസിൽ ഹോട്ടൽ ഉണ്ടായിരുന്നത്. 1927 ഇതൊരു ലക്ഷറി ഹോട്ടലായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ പതിയെ തന്നെ ഇതൊരു ശാപഭൂമിയായിട്ട് മാറി. ലോകത്ത് വെറുപ്പിച്ചുകൊണ്ടിരുന്ന കുപ്രസിദ്ധ സീരിയൽ കില്ലർ ആയിട്ടുണ്ടായിരുന്ന റിച്ചാർഡ് റാമറസ് ദ നൈറ്റ് സ്റ്റോക്കർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെയാണ് താമസിച്ചിരുന്നത്. പോരാത്തതിന് ആളുകളെ കൊന്നതിന് ശേഷം അവരുടെ വസ്ത്രങ്ങൾ, ചോര പുരണ്ട സാധനങ്ങളെല്ലാം അവിടുത്തെ ഡസ്റ്റ്ബിന്നിലിട്ട് അയാൾ ഒരു കൂസലുമില്ലാതെ ലോബിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സീരിയൽ കില്ലർ ആയിട്ടുണ്ടായിരുന്ന ജാക്ക് അണ്ടർവെഗറും ഇതേ ഹോട്ടലിൽ വെച്ചാണ് ഇരകളെ കണ്ടെത്തിയത്. ദി ബ്ലാക്ക് ഡാലി എന്നറിയപ്പെടുന്ന എലിസബത്ത് ഷോർട്ട് കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവസാനമായി കണ്ടെത്തിയതും ഇവിടെയാണ്. ഇങ്ങനെ ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് കൊലപാതകങ്ങളും ആത്മഹത്യകളും പതിവായിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് 2013 ജനുവരി 26 എലിസ ലാം എന്ന് പറയുന്ന 21 വയസ്സുകാരി വന്നിറങ്ങുന്നത്. ഫെബ്രുവരി 14 പോലീസ് പുറത്തുവിട്ട ഒരു 4 മിനിറ്റുള്ള ലിഫ്റ്റിലെ വീഡിയോ വെറും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം മാത്രമല്ല. ഇൻ്റർനെറ്റിലെ വലിയ ആളുകൾ ഈ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒന്നാമത്, വീഡിയോയിൽ ടൈം സ്റ്റാമ്പ് പൂർണ്ണമായിട്ടും ബ്ലർ ചെയ്ത നിലയിലായിരുന്നു. അതായത് വീഡിയോയുടെ കൃത്യമായിട്ടുള്ള സമയം ആരൊക്കെയോ മറച്ചു വെച്ചു. മാത്രമല്ല, വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഫാസ്റ്റ് ഫോർവേഡും ചില സെക്കൻഡുകൾ വെട്ടിമാറ്റിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. എലിസ ലിഫ്റ്റിലേക്ക് കയറുന്നതിന് തൊട്ടുമുമ്പ് നമുക്കിവിടെ തറയിലൊരു നിഴൽ വീഴുന്നത് കാണാം. അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി കൈയടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആരോടോ സംസാരിക്കുന്നതോ അതോ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം നടന്നതാണോ? ഏറ്റവും വിചിത്രമായിട്ടുള്ള എന്തെന്നാൽ അവൾ പുറത്തേക്ക് പോയതിന് ശേഷമാണ് ആ ലിഫ്റ്റിൻ്റെ വാതിലൊന്ന് നോർമലായിട്ട് അടയുന്നത്. എലിസയുടെ മരണത്തിന് ശേഷം ഇൻ്റർനെറ്റിൽ 2 വലിയ കോൺസ്പിറസി തിയറീസാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ദ എലവേറ്റർ ഗെയിം എന്ന് പറയുന്നത്. കൊറിയയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു അമാനുഷിക ഗെയിമാണ് ദ എലവേറ്റർ ഗെയിം. അതായത് നമ്മളൊരു ലിഫ്റ്റിലെ ബട്ടണുകൾ ചില പ്രത്യേക രീതിയിൽ അമർത്തുക എന്നുണ്ടെങ്കിൽ നമ്മളെ അത് മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു അവരുടെ വിശ്വാസം. വീഡിയോയിൽ എലിസ ബട്ടണുകൾ അമർത്തിയത് ഈ ഗെയിമിൻ്റെ സമാനമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ എലിസ മറ്റൊരു ഡയമെൻഷനിലുണ്ടാവുമോ? എലിസ മരിച്ച അതേ സമയത്ത് ലോസ് ഏഞ്ചൽസിലെ ഒരു പ്രത്യേക തരം TB പടർന്നു പിടിച്ചിരുന്നു. ഇതിനെ ബന്ധപ്പെടുത്തിയാണ് രണ്ടാമത്തെ തിയറി, ദ ലാം വൈറ്റ്സ്മാൻ ടെസ്റ്റ്. ഇത് കണ്ടുപിടിക്കാൻ ഗവൺമെൻറ് ഉപയോഗിച്ച ഈ TB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിരുന്നു. ആ ടെസ്റ്റിൻ്റെ പേര് ലാം എലിസ എന്നായിരുന്നു. ഒരു പെൺകുട്ടിയുടെ പേരും ഗവൺമെൻറ് ടെസ്റ്റിൻ്റെ പേരും തമ്മിലുള്ള ഈ സാമ്യം വെറും ഒരു യാദൃശ്ചികതയാണോ, അതോ അവൾ ഏതെങ്കിലും രഹസ്യ ബയോളജിക്കൽ പരീക്ഷണത്തിൻ്റെ ഇരയായിരുന്നു? ഫെബ്രുവരി 19 മൃതദേഹം കണ്ടെത്തുന്നത്. ഹോട്ടലിലെ റൂഫ് ടോപ്പിലേക്ക് കടക്കണമെങ്കിൽ അലാം ഘടിപ്പിച്ചിട്ടുള്ള പല ഡോസും കടന്നു വേണം പോകാൻ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ആക്സസ് ഹോട്ടൽ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എലിസ എങ്ങനെ അവിടെ എത്തും? ഏറ്റവും വലിയ ചോദ്യം വാട്ടർ ടാങ്കിൻ്റെ അടപ്പാണ്. 8 അടി ഉയരമുള്ള ലേഡർ ഇല്ലാത്ത ആ ടാങ്കിൻ്റെ മുകളിൽ അവൾ എങ്ങനെ കയറി? പോലീസ് ആദ്യം പറഞ്ഞത് ടാങ്കിൻ്റെ അടപ്പ് തുറന്ന നിലയിലായിരുന്നു എന്ന്. പക്ഷേ മൃതദേഹം ആദ്യമായിട്ട് കണ്ടിരുന്ന ജീവനക്കാരൻ കോടതിയിൽ പറഞ്ഞത് അടപ്പ് കൃത്യമായിട്ട് അടച്ച നിലയിലായിരുന്നു എന്നാണ്. അതുപോലെ അവളുടെ വസ്ത്രങ്ങൾ